ഹലോ അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷം? ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം 10 പൈസ പോലും ചിലവില്ലാതെ കോഴികൾക്ക് എങ്ങനെ തീറ്റ കൊടുക്കാം എന്ന വിഷയത്തെക്കുറിച്ചാട്ടോ. നമ്മളൊക്കെ കോഴികളെ വളർത്തൂല്ലേ? പക്ഷേ വളർത്തിയാൽ മാത്രം പോരല്ലോ, ദിവസവും തീറ്റയും കൊടുക്കണമല്ലേ? അതിന് നല്ല കാശും ചിലവും വരും. പക്ഷേ നമ്മളിവിടെ ഒരു 10 പൈസ പോലും ചിലവില്ലാതെയിട്ട് നമ്മളെ കോഴികൾക്ക് തീറ്റ കൊടുക്കുന്നത് നമ്മളടുത്തുള്ള പച്ചക്കറി കടയിൽ പോയി ദിവസവും പച്ചക്കറി വേസ്റ്റ് വാങ്ങിക്കൊണ്ടുവരും. അതുപോലെ തന്നെ അയൽവാസികളൊക്കെ തരുന്ന ചോറും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ്, നമ്മളെ പറമ്പിൽ നിന്ന് കിട്ടുന്ന പച്ചില, ഇതൊക്കെ ചേർത്തിട്ടോ നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്നത്. ഇതൊക്കെ കടക്കാർക്ക് വേസ്റ്റായിരിക്കും, പക്ഷേ നമ്മളെ കോഴികൾക്ക് ഉപയോഗിക്കാവുന്ന നല്ല നല്ല സാധനങ്ങൾ ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. ഇതിൽ നിന്ന് നല്ലതും ചീത്തയും വേർതിരിക്കും. ചീഞ്ഞതും പൂപ്പലുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കും കേട്ടോ. ഇതിൽ മത്തനി, വെള്ളരി, ഉരുളക്കിഴങ്ങ്, സവാള, പയറ്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും കേട്ടോ. അതിൽ നിന്ന് നല്ലത് നമ്മൾ ഇതൊക്കെ വെട്ടി മുറിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഗോതമ്പ് ഇട്ടിട്ട് നല്ലവണ്ണം വേവിക്കും കേട്ടോ. വേവിക്കാതെയും കൊടുക്കാം. എന്നിട്ട് അത് തണുത്തിട്ട് അതിലേക്ക് അയൽവാസികളൊക്കെ തരുന്ന ചോറ്, പറമ്പിൽ നിന്ന് കിട്ടുന്ന പച്ചകളൊക്കെ ചേർത്ത് നല്ലോണം മിക്സാക്കും കേട്ടോ. നേരം വരുത്താൻ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഫോണിന് ഒരു ഒഴിവും ഉണ്ടാവില്ല. ചോറുണ്ട് കേട്ടോ എന്നാൽ പരക്ക വിളിയ. പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് ബാക്കി പണി തുടങ്ങും കേട്ടോ. ഇതെല്ലാം അവർക്ക് നല്ല ഇഷ്ടമാണ്. ഈ പച്ചക്കറി വേവിച്ചിട്ട് മാത്രം കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. വേവിച്ചാലും കൊടുക്കാം. പക്ഷേ വേവിച്ചാൽ കുറച്ചുകൂടി ഒന്ന് മായാവുമല്ലോ, മറ്റേതുപോലെ കുറേ കൊത്തി നുറുക്കിയിടൂലേ. ഇതെല്ലാം ഇവർക്ക് നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ കൊടുത്താൽ നല്ലവണ്ണം കഴിക്കുകയും ചെയ്യും കേട്ടോ. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ തീറ്റകളൊക്കെ തയ്യാറാക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ.